ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു GTA 5 എങ്ങനെ ആൻഡ്രോയിഡ് ഫോണിൽ റണ്ണാക്കാന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതേപോലെ തന്നെ GTA 4 എങ്ങനെ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ കളിക്കാന്നുള്ളതാണ്. സെയിം ടെക്നിക്കും കാര്യങ്ങളൊക്കെയാണ്, പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ വെന്റിലേറ്റർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ വെന്റിലേറ്റർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം വെന്റിലേറ്റർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്കിവിടെ മേലെ ഒരു പ്ലസ് ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം. ഈ എഡിറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ കാണാം സ്ക്രീൻ സൈസ്. അത് നിങ്ങൾക്ക് ഏതാണോ കംഫേർട്ട് ആയിട്ട് തോന്നുന്നത്, ഏതാണോ നിങ്ങൾക്ക് കംഫേർട്ട് അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ ഗ്രാഫിക്സ് ഡ്രൈവ് എന്ന് കാണാം. അത് ഇതിൻ്റെ സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സർ ആയതുകൊണ്ട് ഞാനിവിടെ അഡ്രിനോ എന്നാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ ഡിവൈസിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. സ്നാപ്ഡ്രാഗൺ ആണെങ്കിൽ അഡ്രിനോ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ DXVK എന്ന് കാണാം. അത് നമ്മൾ GTA 5 2.41 ആണ് കൊടുത്തതെന്നാണ് എൻ്റെ ഒരു ഊഹം. GTA 4 വരുമ്പോൾ 2.61 എന്നുള്ള വേർഷൻ കൊടുക്കുക. ഫ്രെയിം റേറ്റ് പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒന്നും സെറ്റ് ചെയ്യണ്ട. പിന്നെ മാക്സിമം ഡിവൈസ് മെമ്മറി എന്ന് കാണാം. അത് നമ്മൾ മാക്സിമത്തിൽ ഇട്ട് കൊടുക്കുക. പിന്നെ കസ്റ്റം ഡിവൈസ് എന്ന് കാണാം. അത് പ്രത്യേകിച്ച് ഒന്നും സെറ്റ് ചെയ്ത് കൊടുക്കാത്തതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ശേഷം നമുക്ക് ഇവിടെ നോക്കാം തീം നമുക്ക് ഡാർക്കിലിട്ടാൽ കുറച്ചും കൂടി ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടും. ശേഷം അഡ്വാൻസ് സെറ്റിങ്സിൽ പോവുക. അഡ്വാൻസ് സെറ്റിങ്സിൽ പോയതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ബോക്സ് 64%. അത് നമുക്ക് പെർഫോമൻസിൽ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ സ്റ്റാർട്ടപ്പ് സെലക്ഷൻ എന്ന് കാണാം. അത് അഗ്രസീവ് സ്റ്റോപ്പ് സർവീസസ് ആൻഡ് സ്റ്റാർട്ടപ്പ് എന്ന് കാണാം. അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ GTA 5 നമ്മൾ വിൻഡോസ് 10 റണ്ണ് ചെയ്തിരുന്നത്. ഇപ്പോൾ 4 വരുമ്പോൾ നമുക്ക് വിൻഡോസ് 7 10 റണ്ണ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന വേർഷൻ അനുസരിച്ചിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഫയൽ പറഞ്ഞാൽ കുറച്ച് പുതിയ ഒരു വേർഷനാണ്. അപ്പോൾ ഞാൻ വിൻഡോസ് 10 സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ശേഷം GPUs ഒക്കെ ഓൺ ആക്കുക. ശേഷം ക്ലിക്ക് ചെയ്യുക, ടിക്ക് ബട്ടൺ കൊടുക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് സെറ്റിങ്സിലാണ്. സെറ്റിങ്സിൽ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് താഴെ കാണാം ബോക്സ് 64 വേർഷൻ. അത് നമ്മളിവിടെ 0.3.4 കൊടുക്കുക. ബോക്സ് 64% ഇവിടെ കാണാം പെർഫോമൻസ്. അത് പെർഫോമൻസിൽ തന്നെ ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ അഡ്വാൻസിൽ പെർഫോമൻസ് ആണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അവിടെ എന്താണ് സെറ്റ് ചെയ്ത് അതന്നെ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ശേഷം നമുക്ക് ടിക്ക് ബട്ടൺ കൊടുക്കുക. അപ്പോൾ ഇവിടെ കണ്ടെയ്നർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ശേഷം നമ്മൾ കണ്ടെയ്നർ ഓപ്പൺ ചെയ്യുക. ഞാൻ ഇവിടെ കണ്ടെയ്നർ 2 ആണ് ഓപ്പൺ ചെയ്യുന്നത്. കാരണം കണ്ടെയ്നർ 2 ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഓൾറെഡി നമ്മളെ കയ്യിൽ GTA 4 ഇൻസ്റ്റാൾ ചെയ്ത വേർഷനോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വേർഷനോ വേണം, ഫയൽ വേണം, വേർഷനല്ല സോറി. ഇപ്പോൾ നിങ്ങളെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നിന്ന് ക്രോമിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അത്യാവശ്യം ഹ്യൂജ് ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം, അൺലിമിറ്റഡ് ആയിട്ടുള്ള. കാരണം കമ്പ്യൂട്ടർ ഗെയിംസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം സൈസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. GTA 4 ഏകദേശം നമുക്ക് 20 GB അടുത്ത് വരും ഡൗൺലോഡിങ്ങിനൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ ക്രാക്ക്ഡ് വെർഷൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ നിങ്ങളുടെ കയ്യിലോ കമ്പ്യൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഡയറക്റ്റ് ഫോണിലോട്ട് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം ഫയൽ ലൊക്കേഷൻ എടുക്കുക, GTA 4 ലൊക്കേഷൻ എടുക്കുക. ശേഷം ഇവിടെ കാണാം GTA 4 EXE. ഇത് ഗെയിം കളിക്കുന്ന ഒരാൾക്കാണെങ്കിൽ മനസ്സിലാവും. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഡബിൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഗെയിമിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്.
ഞാൻ ജസ്റ്റ് ഫുൾ സ്ക്രീൻ ആക്കാണ്. ഫൈനലി നമ്മൾ ഗെയിമിൽ എൻ്റർ ആയിട്ടുണ്ട്. നമ്മളിത് ഹൈ നോർമൽ സെറ്റിങ്സിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലോ സെറ്റിങ്സിൽ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാണാൻ അത്യാവശ്യം സ്മൂത്തിൽ നമുക്ക് ഗെയിം പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഡിവൈസിനനുസരിച്ചിരിക്കും പെർഫോമൻസ് കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് അത്യാവശ്യം ഗെയിം കൂളാക്കാൻ ശ്രമിക്കുക. ഇനി കൂളിംഗ് ഫാനോ അല്ലെങ്കിൽ കൂളായിട്ടുള്ള സ്ഥലത്തിരുന്ന് ഗെയിം റൺ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൽ സ്മൂത്തിൽ കളിക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ വിത്തൗട്ട് കൂളിംഗ് ഫാൻ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഗെയിം റൺ ചെയ്യുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം എബോ 40-50 ഒക്കെ നമുക്ക് FPS കിട്ടുന്നുണ്ട്. കയ്യിൽ ഡെൻസിറ്റി ഞാൻ കുറച്ചാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ GTA 5 എങ്ങനെ റണ്ണാക്കാന്നുള്ളത് കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം അതേ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ നമ്മൾ GTA 4 റണ്ണാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോയിൽ കുറേ പോരായ്മകളുണ്ടാവും, നമ്മൾ യൂട്യൂബ് ചെയ്ത് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.